ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ, ഏകദേശം ഒരു മുറി തേങ്ങ, നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 4-5 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 കറിയാമ്പൂവ്, പിന്നെ ഒരു പട്ടയുടെ 2 പീസ് ചെറുത്, ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ്, ഒരു 1/2 സ്പൂണ് കുരുമുളക്. ഇതാണ് നമ്മളിപ്പോൾ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായി റെഡ് കളറാണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ ചെറിയ ഇതായിട്ട് കളറൊക്കെ മാറി തുടങ്ങി, ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിൽ ഓയിലും വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. അതിൽ നമ്മൾ വെറുതെ ഇപ്പോൾ ഫ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ചേർക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഐറ്റംസുകളൊക്കെ വളരെ കുറവ് തന്നെ യൂസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഒരു മസാല കൂടി കഴിഞ്ഞാൽ ഒരു കുത്തൽ മണക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇപ്പം ഞാനിത് നമ്മളിപ്പോൾ 1.5 കിലോ ചിക്കനിലേക്കാണ് ഞാൻ ഈ തേങ്ങ ഇത്രയ്ക്ക് അളവിലെടുത്തിട്ടുള്ളത്. നമ്മുടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ചെറിയ തീയിലാണ് നമ്മൾ വറുത്തെടുക്കണം. ക്ഷമയോടുകൂടി വറുത്തെടുക്കണം. കുറച്ച് ടൈം പിടിക്കും. എന്നാലും ഇനി അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ. നന്നായി ഇളക്കണം. തീ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പൊടികളിടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല മുരിക്കുക. മുരിഞ്ഞ് വറുക്കുമ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ആവും അത്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം പൗഡറുകൾ കരിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. അത് നമ്മൾ ചൂട് നോക്കിയിട്ട് വേറെ പാത്രങ്ങളാണ്, ഇരുമ്പ് ചീഞ്ചട്ടിയാണെങ്കിൽ നമ്മുടെ നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകളെല്ലാം ചേർത്ത മിശ്രിതം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനിപ്പോൾ കുറച്ച് നേരം തണുക്കാൻ അനുവദിച്ചതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാണ്ട് ഇത് ആദ്യം നല്ല പൗഡറായിട്ട് അടിച്ചെടുക്കണം. കുറച്ച് ഓയിലൊക്കെ ഇതിൽ തന്നെ വരും. പിന്നെ അതിന് നന്നായി അരിഞ്ഞതിന് ശേഷം പൗഡർ നല്ല പൗഡറായതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ആദ്യം അടിച്ചെടുക്കണം. പിന്നീടും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നല്ല മൊരിഞ്ഞ് വറുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ഒരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇടുക. നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൗഡർ മാതിരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് അത് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഈ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മൾ ഇനി നമ്മളുടെ ചിക്കൻ കറിയിലേക്കുള്ള കുറച്ച് ഐറ്റംസും കൂടെ ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 6 പച്ചമുളക്, നല്ല എരിവ്
ഉള്ള കറി വേണമെന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്രയും ഇഞ്ചി ഒരു കഷ്ണമാണ്, അത് ഞാൻ മുറിച്ചതാണ് മിക്സിയിൽ അടിക്കേണ്ടത് സൗകര്യത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം. നമ്മളത് ക്രഷ് ചെയ്തെടുത്തത് ഈ ഒരു പരുവത്തിൽ. ഇതിപ്പോൾ നമ്മൾ പണ്ടത്തെ അമ്മീമേലൊക്കെ ചതച്ചെടുക്കണ പോലെ തന്നെ ഒറ്റ ഒരു അടിയടിച്ചാൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കിട്ടും. നമ്മൾ 1.5 കിലോ ചിക്കനിലേക്കുള്ള 3 ഒനിയൻ വലുത്, മീഡിയം, പിന്നെ 2 തക്കാളി, അത് വന്നിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ ചെറിയ കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഈ ഒനിയൻ്റെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് കറിയിൽ വന്ന കറിയുടെ ടേസ്റ്റിനെ കുറയ്ക്കും അത്. പിന്നെ നമ്മളിങ്ങനെ നീളത്തിൽ ഇതെല്ലാം അരിഞ്ഞെടുക്കണം. ഏകദേശം ഇങ്ങനെ നമ്മൾ ഈ 3 ഉള്ളി അരിഞ്ഞെടുക്കും. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ 3 വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി, 3 ഉള്ളി ഇതിലേക്ക് ഇടാം. നന്നായി ഈ ഉള്ളി നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ വരെ, ഒരു മീഡിയം ബ്രൗൺ കളർ വരെ വഴറ്റണം. നമ്മൾ ഉള്ളി വഴറ്റുന്നതിലേക്ക് കുറച്ച് ഉപ്പുപൊടി നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആവും, ഈസിയായിട്ട് ഫ്രൈ ആവും. നമ്മുടെ ഉള്ളി ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി നുറുക്കി വെച്ചിരിക്കുന്ന 2 തക്കാളി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം അതിനെ നമുക്ക് മൂടിയിട്ടിട്ട്, തക്കാളി നന്നായി വെന്തോടണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം മൂടിയിട്ടിട്ട് വയ്ക്കുക, ചെറിയ തീയിൽ. നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്, നല്ല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കണം. ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മിക്സിയിലുള്ള ബാക്കി അരപ്പും കൂടി നമ്മൾ എടുത്തു. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട, ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, അപ്പം നമ്മൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് തിളയ്ക്കുമ്പോൾ മൂടിയിട്ടിട്ട് നമുക്ക് നന്നായി തിളയ്ക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഈ പാത്രം ഭയങ്കര ചൂടുള്ള പാത്രം, അതുകൊണ്ട് അത് ഇത്രയും ഇതായിട്ടുള്ളത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. കൂടുതൽ സമയമായതുകൊണ്ട് നമുക്ക് ദോഷം സംഭവിക്കില്ല. എന്നാലും മിനിമം അരമണിക്കൂർ നിങ്ങളത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച്
പെരിഞ്ജീരകപ്പൊടി ഞാൻ പെരിഞ്ജീരകം ഉണ്ടായിരുന്നില്ല പൊടിച്ചതായ കാരണം ഞാൻ ഈ നേരത്തെ ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് വറുക്കുമ്പോൾ പെരിഞ്ജീരകം കൂടെ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തുണ്ട്. നന്നായി ഇളക്കുക. ചെറിയ തീയിൽ വേവാനായിട്ട് നമ്മൾ അരമണിക്കൂർ വേവണം. അരമണിക്കൂർ വെന്താൽ ചിക്കൻ നന്നായി വെന്തുണ്ടാവും. ഏകദേശം ചിക്കൻ്റെ മേലെ നിൽക്കുന്ന പോലെയാണ് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ തിളച്ചതിന് ശേഷം നമുക്ക് അപ്പോൾ വെള്ളം ചേർക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വേറെ മല്ലിയില പുതിനയില ഒന്നും ഞാൻ ചേർക്കണില്ല. അതായത് നാടൻ ചിക്കൻ കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം വേറെ ഒന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അരമണിക്കൂർ വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ ചിക്കൻ കറി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അവസാനം ഇറക്കാൻ പോകുന്നതിനും കുറച്ച് മുന്നായിട്ട് ഗരം മസാല പൗഡർ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല പൗഡറാണത്, മേടിക്കുന്നതല്ല. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് ചേർത്ത് ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. അത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം നമുക്കിപ്പോൾ. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ഉപ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ ഏകദേശം വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി വറുത്ത് നമുക്കതിൻ്റെ മുകളിൽ ഇടാം. അതോടുകൂടിയിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. നമ്മുടെ ചിക്കൻ കറിയിൽ നമ്മൾ ലാസ്റ്റ് ഇടാനായിട്ടുള്ള ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. കരിയണ്ട, കരിഞ്ഞാൽ വേറെ ടേസ്റ്റിലേക്ക് കളറിൽ നമുക്കിതെടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അതുപോലെയുള്ള മണം ഒക്കെ വരുന്നുണ്ട്, നാട്ടിലത്തെ ചിക്കൻ കറിയുടെ മണം. നമ്മൾ അപ്പോൾ എല്ലാവരും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഏറ്റവും നല്ലത് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്തായാലും അടുത്തൊരു ഡിഷ് കൊണ്ടിനി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.